ഹലോ നമസ്കാരം. 4 മണി ആയിരിക്കുകയാണ്. തിരുവോണ ദിവസമാണ്. എല്ലാവർക്കും തന്നെ ഒരു പൊന്നോണാശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ എൻറ്റയർ ആശ്രയ ടീം തന്നെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അടിപൊളി വിശേഷങ്ങളാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എൻറ്റയർ ആശ്രയ ടീമിന്റെ ഓണാഘോഷത്തിന്റെ വിശേഷങ്ങളാണ്. ഓണാഘോഷത്തിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻറ്റയർ ആശ്രയ ടീം, നമ്മുടെ FM-ന്റെ ടീം മുഴുവനായിട്ട് തന്നെ നമ്മളുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമുക്ക് എല്ലാ ശനിയാഴ്ചകളിലും പെണ്ണരങ്ങ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തവണത്തെ തിരുവോണം നമ്മൾ കുടുംബശ്രീ ചേച്ചിമാരുടെ കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് RJ അച്ചു പറയാനുള്ളത് ഈ പ്രോഗ്രാമിനെ പറ്റി? ശരിക്കും ജെറി, ഞാൻ പറയുകയാണെങ്കിൽ ഞാനും ഭയങ്കര ത്രിൽഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മളെല്ലാവരുടെ ചേർന്നിട്ടുള്ള നമ്മുടെ ഒരു ഓണാഘോഷം തന്നെയാണ് ചേച്ചിമാരോടൊപ്പം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളെല്ലാവരും അതെ, നമുക്ക് നോക്കാം എന്തായി വരും. യെസ്, ഓഫ് കോഴ്സ്, നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയൊക്കെ വരുമെന്ന്. എന്തായാലും അടിപൊളി പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറച്ചധികം ഗെയിംസും കുറച്ചധികം വാക്ചാതുര്യം കൊണ്ട് വിസ്മയം തീർക്കുന്ന കുറച്ചധികം പരിപാടികളും കുറച്ച് നുണക്കഥകളൊക്കെ പറയുന്ന പരിപാടികളും അങ്ങനത്തെ വെറൈറ്റി ഗെയിം സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനും അച്ചുവും കൂടെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. നമ്മളുടെ FM ഇട്ട് വെളിയിലേക്ക് ഇറങ്ങിയാണ് ചേച്ചിമാരുടെ അടുത്തേക്ക്. അവിടെ നമ്മളുടെ എൻറ്റയർ ടീം തന്നെയുണ്ട്. അമലുണ്ട്, നമ്മളുടെ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോബനുണ്ട്, സൗണ്ട് എഞ്ചിനീയർ അജിത്തുണ്ട്. അവരെല്ലാവരും തന്നെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ഉള്ള അത്തക്കളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം അല്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ഈ ഒരു ഓണവിശേഷം ഒരു വൈകുന്നേരം നമ്മൾ ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കുടുംബശ്രീ ചേച്ചിമാരുടെ കൂടെയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. പള്ളിക്കൽ ഗ്രാമത്തിലെ പള്ളിക്കൽ കുടുംബശ്രീയും അതുപോലെ തന്നെ അക്ഷരമുറ്റം കുടുംബശ്രീയും കൺജോയിൻഡ് ആയിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഓണാഘോഷത്തിൽ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു സ്വീകരണമൊക്കെ ചേച്ചിമാർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനും അച്ചുവും കൂടെ തന്നെയുണ്ട്. നമ്മളുടെ അമലുമാരി അവിടെ അത്തക്കളം ഇട്ട് റെഡി ആവുന്നുണ്ട്. നമ്മളുടെ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ എന്നിവരൊക്കെ അവിടുത്തെ ശബ്ദത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മൈക്കിന്റെ സെറ്റപ്പും ഒക്കെ റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഗെയിം സെറ്റപ്പും ഒക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ അച്ചു ഇത് കണ്ടിട്ട് തോന്നുന്നത്? അയ്യോ ജെറി, ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം മനോഹരമായിട്ടുണ്ട് കാഴ്ചകളെല്ലാം തന്നെ. ആൻഡ് എന്താ പറയുക, ഓണത്തിന്റെ ഒരു വൈബ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചേച്ചിമാരെല്ലാവരും തന്നെ നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് എത്തിയിട്ടുള്ളത്. യെസ്, അപ്പോൾ എന്തായാലും ചേച്ചിമാരെല്ലാം അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളും ഒരുപാട് അടിപൊളി പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ടും നമ്മളുടെ എല്ലാം ഓണവിശേഷങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ സുന്ദരിക്ക് പൊട്ടുകത്തിലുണ്ടാകും, അതുപോലെ തന്നെ കസേര കളി ഉണ്ടാകും, അങ്ങനത്തെ വെറൈറ്റി ഗെയിമുകൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഗെയിമുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചധികം വെറൈറ്റി ഗെയിമുകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് മലയാളി മങ്ക കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ മലയാളി മങ്ക കോമ്പറ്റീഷൻ? ശരിക്കും ഒരു ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഗെയിമാണ് മലയാളി മങ്ക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ചേച്ചിമാരെല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടികളായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് ചെറിയൊരു റാംബാക്കൊക്കെ നടത്തിക്കണം. അത് മാത്രമല്ല മാക്സിമം മലയാളത്തിൽ സംസാരിക്കുന്ന രീതിയിലൊക്കെ അവർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാനൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ചേച്ചിമാർ ഈ മത്സരത്തിനെ കൊണ്ടുപോകുന്നതെന്ന്. യെസ്, ഓഫ് കോഴ്സ്, നമ്മളുടെ RJ അച്ചു പറഞ്ഞതുപോലെ തന്നെ മലയാളി മങ്ക കോമ്പറ്റീഷൻ ആണ് ആദ്യമേ വരുന്നത്. മലയാളി മങ്ക എന്ന് പറയുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടൊരു റാംബോക്കൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് മുന്നിലേക്ക് വന്ന് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് മലയാളത്തിൽ മാത്രം സംസാരിക്കുക, അതാണ് ഇന്നത്തെ ടാസ്ക്. സാധാരണ ഞാൻ മലയാളി എന്ന് പറയുന്നൊരു സെഗ്മെൻ്റാണ് നമ്മളുടെ പെണ്ണരങ്ങിലൊക്കെ കാഴ്ചവെക്കാറുള്ളത്. അതിനു പകരം ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മളുടെ മലയാളി മങ്ക ആരാണ് നമ്മളുടെ മലയാളി മങ്കയായിട്ട് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ മലയാളം ഉപയോഗിച്ച് മാത്രം സംസാരിക്കുന്നത് എന്നറിയാനായിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ അതേ നമ്മളുടെ RJ ജീവി ആണ് ഈ ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും തന്നെ കൂടെയുണ്ട്. പക്ഷേ RJ ജീവി ആയിരിക്കും ആ ഒരു കോമ്പറ്റീഷൻ ഹെഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ മത്സരിക്കാൻ എത്തുന്നത് നമ്മളുടെ സ്വന്തം ജലജ ചേച്ചി. വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചേച്ചിയാണ് ജലജ ചേച്ചി. ഇതേ വരികയാണ് റാംപാക്ക് ഇവിടെ നിന്ന് നടന്നു വരുന്നു നമ്മുടെ ജലജ ചേച്ചി. അപ്പൊ നമുക്ക് കൈയടിക്കാം. എന്റെ പേര് ജലജാകുമാരി വി. എന്റെ വീട് പള്ളിക്കൽ. എനിക്ക് 2 മക്കളുണ്ട്, 3 കൊച്ചു മക്കളും ഉണ്ട്, ഭർത്താവും ഉണ്ട്. 2 മക്കൾക്കും ജോലിയൊന്നുമില്ല, എന്നാലും പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. മൂത്ത മോക്ക് ജോലിയില്ല, ഭർത്താവിന്റെ കൂടെ ഗൾഫിലാണ്. ഇളയ മകള് സോറി അതുകൊണ്ട് വിശേഷങ്ങൾ
നോക്കാം അടുത്തതാരാ? തകൃതിയായിട്ട് മലയാളി മങ്ക കോമ്പറ്റീഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജലജ ചേച്ചി സോറിയൊക്കെ പറഞ്ഞിട്ട് ഔട്ടായിട്ട് പോയിട്ടുണ്ട്. മത്സരമൊക്കെ തകർത്ത് വെച്ച് നടക്കുന്നുണ്ട്. വളരെ ആരവത്തിലാണ് ചേച്ചിമാരെല്ലാരും കൂടി ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. ഇനി വരാൻ പോകുന്നത് നമ്മുടെ അനിത ചേച്ചിയാണ്. നമുക്ക് നോക്കാം ചേച്ചി എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. എൻ്റെ വീട് പള്ളിക്കലാണ്. എനിക്ക് ഭർത്താവും 2 മക്കളുമുണ്ട്. ഇംഗ്ലീഷ് പറയാനൊക്കത്തില്ലല്ലോ. ഇംഗ്ലീഷാ വരുന്നേ, ഇംഗ്ലീഷേ സംസാരിക്കാറുള്ളൂ. പറഞ്ഞോ. മൂത്ത മോക്ക് പഠിച്ചിട്ടൊക്കെ നിൽക്കുന്ന ജോലിയൊന്നും ആയില്ല. ഇളയ മോള് നേഴ്സാണ്. ഓക്കെ, നേഴ്സിംഗ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ കൈയടി കൊടുക്കാം. വരട്ടെ അടുത്ത ആള്. രാഗിണി ചേച്ചി എവിടെ? മലയാളി മങ്ക മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രാഗിണി ചേച്ചി ദാ ആരംഭിക്കുന്നു. അപ്പോൾ ആശ്രയ FM നടത്തുന്ന തിരുവോണത്തിന് പ്രത്യേക പരിപാടിയിൽ ഈ മലയാളി മങ്ക മത്സരത്തിൽ അടുത്ത ആരാന്ന് നോക്കാം. എന്റെ പേര് യാഗ്നേയസ്. എന്റെ സ്വന്തം സ്ഥലം കൊല്ലം ആശ്രമം ഗ്രാമവികസന ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. ഗ്രാമവികസന വിഭാഗത്തിലായിരുന്നു ജോലി. പെൻഷനായപ്പം പള്ളിക്കൽ വന്ന് വീട് മേടിച്ച് താമസമായി. ഭർത്താവിന്റെ പേര് സഞ്ജീവൻ. 2 പുത്രികളുണ്ട്. ഒരാള് ആതുര സേവനം, രണ്ടാമത്തെ ആള് അധ്യാപക വൃത്തി, അധ്യാപനം. ഇപ്പോഴെങ്ങും ജോലി ചെയ്യുന്നില്ല. അല്ല, ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കൊച്ചുമകളുണ്ട്. അത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വീട്ടമ്മ. അക്ഷരദീപം കുടുംബശ്രീയിലെ ഒരംഗമാണ്. മലയാളി മങ്ക കോമ്പറ്റീഷൻ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആരാണ് ഈ ഒരു മലയാളി മങ്ക ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നതെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ RJ അച്ചു എന്താണ് RJ അച്ചുവിൻ്റെ ഒരു തീരുമാനം, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തരുണി മളികളായിട്ട് ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട്. മലയാളം മാത്രം സംസാരിച്ചുകൊണ്ട് അവർ ഇങ്ങനെ സംസാരിച്ചും പോകുന്നുണ്ട്. ഇതൊക്കെ ആര് ജയിക്കാനാണ് സാധ്യത? അതിൽ ജെറി ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ചേച്ചിമാരെല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ഒരു മത്സരത്തിന്. എനിക്ക് തോന്നുന്നു ഒരു റാമ്പൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ വളരെ എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ. അപ്പോൾ ആ ഒരു അവസരത്തിനെ മാക്സിമം ഉപയോഗിക്കാൻ ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ട്. മത്സരം കഴിയട്ടെ, ഞാൻ പറയാം ആരാണ് എൻ്റെ മനസ്സിലുള്ള മത്സരാർത്ഥി. എന്റെ പേര് സബിയ. ഞാൻ പള്ളിക്കൽ കുടുംബശ്രീയിലെ അംഗമാണ്. പിന്നെ എനിക്ക് ഭർത്താവും 2 മക്കളും ഉണ്ട്. ഒരു മകൻ വേറെയാണ് താമസം. ഒരാളിവിടെ ഉണ്ട്. ഇതാണ് വീട്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷം ഇന്ന് ഇവിടെ കൂടിയതെല്ലാം വിശേഷങ്ങളല്ലയോ. പിള്ളേർ സൗദിയിലാണ്, പേർഷ്യയിലാണ്. പിന്നെ 2 പേരും ഒരു സ്ഥലത്താണ്. പിന്നെ നമുക്ക് വിഷമം ഉണ്ടെന്ന് പറഞ്ഞാല് വയനാട്ടിലെ കാര്യങ്ങളെല്ലാം ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുക. പിന്നെ അതിന്റെ സങ്കടമൊക്കെ ഉണ്ട്. ഇത്ര എനിക്ക് പറയാനുള്ളു. പരിമിതമായിട്ടുള്ള സമയമെടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആരെയാണ്? സജീന ഹക്കീം. അപ്പൊ എന്തായാലും മലയാളി മങ്ക കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഒരുങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്റെ പേര് സജീന ഹക്കീം. എന്റെ ഭർത്താവിന്റെ പേര് ഹക്കീമുദ്ദീൻ. അദ്ദേഹം വിദേശത്താണ്. 3 മക്കളുണ്ട്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. മൂത്തവൻ പഠിത്തം കഴിഞ്ഞ് ഒരു സ്വകാര്യ മേഖല വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ മോള് പഠിത്തം കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഇത്രയൊക്കെയാണ്. എന്റെ വീട് പള്ളിക്കൽ തന്നെയാണ്. എന്റെ പേര് ഷൈല. ഞാൻ അക്ഷരദീപം കുടുംബശ്രീയിലെ അംഗമാണ്. ഞങ്ങള് 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. എന്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറായിരുന്നു. ഞാൻ BBA കഴിഞ്ഞു. ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരു കടയിൽ നിൽക്കുന്നു. പക്ഷെ ഇടയ്ക്ക് കുറച്ചധികം വാക്കുകൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ വന്നു. നമുക്കിനി അടുത്ത ആളിനെ വിളിക്കാം. അടുത്ത ആൾ ആരാണ്? വന്ദനം എല്ലാവർക്കും. എന്റെ പേര് ബീന നാസർ. പിന്നെ 2 മക്കളുണ്ട്. ഭർത്താവ് മരിച്ചു. 5 വർഷമായി മരിച്ചിട്ട്. മോളെ വിവാഹം കഴിച്ചു. മരുമകൻ പോലീസാണ്. മോന് ഒരു സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. പിന്നൊരു ATM. പിന്നെ കൊച്ചു മോളുണ്ട് 2. ഒരാൾ 5 പഠിക്കും. അത് എനിക്കറിയില്ല. കേരളപുരത്താണ്. വേറെ ഒന്നുമില്ല. ഹൗസ് വൈഫ്. അപ്പൊ പാർവതി അമ്മയാണ് വരുന്നത്. ഇപ്പോഴാണ് അതിന്റെ മലയാളി മങ്കേരാര് മ്യൂസിക് വന്നല്ലേ ചെറി? യെസ്.
പേര് പാർവതി. എനിക്ക് ഭർത്താവും 2 മക്കളും ഉണ്ട്. മോള് എറണാകുളത്ത്, മോൻ ഇവിടെ നാട്ടിലുണ്ട്. കൊച്ചുമക്കൾ 3 പേരുണ്ട്. 2 പേര് പഠിക്കുന്നു, ഒരു പൊടിക്കുഞ്ഞാണ്. അപ്പൊ ഒരു വലിയ കൈഡി. വളരെ പെട്ടെന്ന് പറഞ്ഞു, മലയാളത്തിൽ മാത്രമാണ് പറഞ്ഞത്. അടുത്തത് റജീല ചേച്ചിയാണ്. വന്നുടനെ എന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഇവിടെ മലയാളി മംഗ മത്സരമുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുൾപ്പെടെ ഈ കോസ്റ്റ്യൂം ഉൾപ്പെടെ റെന്റിന് എടുത്തോണ്ട് വന്നത്. ഇതിന്റെ വാടകയ്ക്ക് കൊടുക്കാനുള്ള പൈസയെങ്കിലും സമ്മാനത്തിൽ നിന്ന് കിട്ടണമേ എന്ന് പറഞ്ഞു. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്തേ റജീന ചേച്ചിക്ക്, ഒരു ബാക്ക്ഗ്രൗണ്ട്. പോരട്ടെ ഇങ്ങോട്ട്, കറക്റ്റ് വരട്ടെ ഇങ്ങോട്ട്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ പേര് റജീല. ഭർത്താവുണ്ട്, വെളിനാട്ടിലാണ്. 2 മക്കള്. മോന് 10 പഠിക്കുന്നു, മോള് 4 പഠിക്കുന്നു. ഗുരുവിന്റെ സ്കൂളിൽ. ഇനി പറയാമല്ലോ. സൗദിയില്. സൗദി എന്ന ഒരു പേരായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ആ ഭാഷയിലെ പേരായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, ഈ വെളിനാട്ടിലേക്ക് പോകുന്ന ഭർത്താവ് എങ്ങനെയാണ് പോകുന്നത്? നിയമം വിമാനത്തിൽ പോകുന്നത്. വിമാനത്തിൽ പോകാനായിട്ട് എന്തെങ്കിലും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് മേടിക്കാറുണ്ടോ? ഈ ടിക്കറ്റ് ഒക്കെ എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കുന്നത് എങ്ങനെ പറയാറുണ്ടോ? ഇല്ല, പോയി വാങ്ങിക്കുക ചന്തയെന്ന്. ഒരേ ഒരു വ്യക്തി മതി. ഓക്കെ, നമുക്ക് അടുത്തത് സന്ധ്യ. ഇതാ വരുന്നു സന്ധ്യ ചേച്ചി. എന്റെ പേര് സന്ധ്യ. ഞാൻ പള്ളിക്കൽ താമസിക്കുന്നു. എന്റെ ഭർത്താവും 2 മക്കളും ഉണ്ട്. ഭർത്താവ് വിദേശത്താണ്, സൗദിയില്. മൂത്ത മോൻ കല്യാണം ഇപ്പൊ കഴിഞ്ഞു, മരുമകളുണ്ട്. ഇളയാള് വെളിനാട്ടിൽ ജോലി ചെയ്യുന്നു. ഞാൻ ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ടങ്ങ് പോകുന്നു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉണ്ട്, അച്ഛനും മക്കളും മരുമകളും എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നു. ഞാനിപ്പം ടൂറൊക്കെ വിനോദയാത്രയ്ക്ക് പോയിട്ട് വന്നതാണ്. മൂന്നാറ് പോയി, നമ്മുടെ വരയാടിനെയൊക്കെ കണ്ട്. എന്റെ ഭർത്താവിന്റെ വീട് മൂന്നാറിലാണ്. ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചേച്ചി. അടുത്തതാരാ നമുക്ക്? തങ്കമണി ചേച്ചി. പേരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, അതിനുമുമ്പ് റെഡി ആയിട്ടുണ്ട് തങ്കമണി ചേച്ചി. ആ വരുന്നു. അനീഷ ചേച്ചി ലാസ്റ്റ് വന്നിട്ട് സമ്മാനം കൊണ്ടുപോകുന്ന അറിയില്ല. അപ്പൊ അത് വരികയാണ്. എന്റെ പേര് തങ്കമണി എന്നാണ്. ഞാൻ പള്ളിക്ക കുടുംബശ്രീയിലെ അംഗമാണ്. എനിക്ക് 2 ആമക്കളുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. 4 കൊച്ചുമക്കളുണ്ട്, പെൺപിള്ളാരാ. പിന്നെ ഞങ്ങൾ 26 വർഷമായി ഞങ്ങൾ ഈ കുടുംബശ്രീ തുടങ്ങിയിട്ട്. ഞങ്ങൾ പല കച്ചവടങ്ങളും നടത്തി വിജയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല സഹോദരങ്ങളെ പോലെയാണ് ജീവിക്കുന്നത് ഞങ്ങള്. പിന്നെ എനിക്കാണെങ്കിൽ ഇതിനകത്ത് 2-3 അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൊച്ചുമക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. കൊച്ചുമോക്ക് കിട്ടി. ഇപ്പം വലിയൊരു അംഗീകാരമാണ് കിട്ടിയത്. ആർക്കും കൊടുക്കാത്ത ഒരു അംഗീകാരമാണ് എൻ്റെ കൊച്ചുമോക്ക് കിട്ടിയത്. എന്നുവെച്ചാൽ ഒരു സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും, സ്കൂളിൽ പോകേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ കൊച്ചുമോക്ക് ഈ കുടുംബശ്രീയിൽ നിന്ന് കൊടുത്തു. ആർക്കും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ മക്കൾക്കും കൊടുത്തിട്ടില്ല, കൊച്ചുമോക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കുടുംബശ്രീയിൽ ഞങ്ങൾ നല്ല ഇതായിട്ട് എന്നെ എല്ലാവരും നല്ല രീതിയിലാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഞാൻ 18 വർഷം ഇതിനകത്ത് ഖജാൻജിയായിട്ട് ഇരുന്നു. പിന്നെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും ഇരുന്നു. എന്നുവെച്ചാൽ പൈസയ്ക്കൊക്കെ നമ്മളോട് കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും ഒക്കെ എല്ലാവർക്കും വിശ്വാസമാണ് എന്നോട്. പൈസ ആരും പോകുന്നതിന് എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾ കുടുംബശ്രീയിൽ പോകുന്നത്. ലാസ്റ്റ് ആളാണല്ലേ അനീഷ ചേച്ചി വരികയാണ്. അപ്പൊ എല്ലാവർക്കും മാതൃകയാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതിരുന്നല്ലേ ഫസ്റ്റ് അടിക്കാൻ. അപ്പൊ അനീഷ ചേച്ചി പറഞ്ഞു വരുന്ന എല്ലാവർക്കും നമസ്കാരം. അവളെന്നെ കളിയാക്കുന്നുണ്ട്. എന്റെ പേര് അനീഷ. ഞാൻ ഈ പള്ളിക്കൽ താമസം. അതുപോലെ ഈ പള്ളിക്കൽ പ്രദേശത്തെ എല്ലാ കുടുംബശ്രീകളുടെയും പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്ന ഒരു കുടുംബശ്രീയുടെ പ്രവർത്തകയാണ്. എനിക്ക് ഭർത്താവും 2 മക്കളും ഉണ്ട്.
മൂത്ത മകൻ ആതുര സേവന രംഗത്ത് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഞാനൊരു കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എന്റെ കാര്യങ്ങൾ. മൂത്ത മകൻ MBBS ആണോ നഴ്സിംഗ് ആണോ? രണ്ടാമത് പറഞ്ഞതാണ്. നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? വാഗ്ദേവി. വാഗ്ദേവി എന്താണത്? കോളേജാണോ സ്കൂളാണോ? അത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എന്റെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിദഗ്ധയായിട്ട് ഒഴിഞ്ഞു മാറി പോയിരിക്കുകയാണ് നമ്മളുടെ ചേച്ചി. ഈ ചേച്ചി മാത്രമല്ല, എല്ലാ ചേച്ചിമാരും നല്ല വിദഗ്ധരായിട്ട് തന്നെ ഈ ഗെയിമിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഈ ഗെയിം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ RJ അച്ചു, ആരായിരുന്നു ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അച്ഛന് തോന്നിയത്? എനിക്കിപ്പം ഭയങ്കര കൺഫ്യൂഷനാണ് ചെറിയ ആരെ പറയണമെന്നുള്ളത്. കാരണം ഓരോരുത്തർക്കും ഓരോ പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും വളരെ ജീവി പറഞ്ഞതുപോലെ തന്നെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ആരാണെന്ന്. എന്തായാലും അവസാനമായിട്ട് നമ്മൾ മത്സരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലേ RJ ജിറി? യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ എന്തായാലും നമുക്ക് അവസാനം വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആരാണ് ഈ മത്സരത്തിലെ വിജയം എന്നൊക്കെ അറിയാനായിട്ട്. അടുത്ത മത്സരം എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള വാശിയേറിയായിട്ടുള്ള നമ്മളുടെ മലയാളി മംഗ കോമ്പറ്റീഷനൊക്കെ അവസാനിച്ച് കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ ഗെയിമാണ് വരുന്നത്. ഒരു ലെറ്റർ നമ്മൾ കൊടുക്കും. ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള അക്ഷരമാലയിലെ ഏതെങ്കിലും ഒരു അക്ഷരം മാത്രം നമ്മൾ ഒരു ചേച്ചിക്ക്, അതായത് മത്സരാർത്ഥി ആയിട്ടുള്ള ഒരു ചേച്ചിക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആ അസൈൻ ചെയ്ത് കൊടുക്കുന്ന അക്ഷരം ഉപയോഗിച്ച് മാത്രം നമ്മൾ സംസാരിക്കുക. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടാസ്ക്. നമുക്ക് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളോ ഒക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ആ അക്ഷരം വെച്ച് എന്തൊക്കെ ഉത്തരം തരാൻ പറ്റും അത് മാത്രം പറയാം. അതായത് ഇപ്പോൾ കാ ആണ് നമ്മളുടെ അക്ഷരം എന്നുണ്ടെങ്കിൽ എന്താണ് പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ RJ അച്ചുവിൻ്റെ പേര് ചിലപ്പോൾ കമല എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നു, ഒരു ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് കൊടുക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് മലയാളത്തിന്റെ മാ ആണ്. മഞ്ജുവിന്റെ വീട് എവിടെയാ? മലപ്പുറത്ത് എവിടെയാണ്? മഞ്ഞപ്പാറ. ഈ മഞ്ഞപ്പാറ എന്ന് പേര് വരാൻ കാരണം എന്താ? മഞ്ഞിച്ചിരിക്കുന്നുണ്ട്. മഞ്ഞിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ രാവിലെ എന്താണ് ഭക്ഷണം കഴിച്ചത്? മഞ്ഞ കളറിലുള്ള ഉപ്പുമാവ്. മഞ്ഞ കളറിലുള്ള ഉപ്പുമാവാണ് കഴിച്ചത്. അപ്പൊ മഞ്ഞ കളറുള്ള ഉപ്പുമാവിന്റെ കൂടെ എന്താണ് കഴിച്ചത്? മഞ്ഞ കളറിലുള്ള പഴം. മഞ്ഞ കളറിലുള്ള പഴം. വീണ്ടും മഞ്ഞ തന്നെയാണ്. അപ്പൊ എന്താണ് മഞ്ജു ചെയ്യുന്നത്? ഞാന് മഞ്ചാടി വറുക്കല്. മഞ്ചാടി വറുക്കലാണ് മഞ്ജുവിന്റെ ജോലി. എത്ര രൂപ കിട്ടും ഒരു ദിവസം മഞ്ചാടി വറുക്കിയാല്? മഞ്ചാടി വറുക്കിൽ എത്ര രൂപ കിട്ടും? 3000. എത്ര വയസ്സായി? 35. എങ്ങനെ ഇങ്ങോട്ട് വന്നേ? വന്നത് മഞ്ഞ കളറുള്ള ഓട്ടോയില്. മഞ്ഞ കളറുള്ള ഓട്ടോയിലാണ് എത്തിയത്. ഓക്കെ, യെസ്. അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു കസരത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലെറ്റർ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ചേച്ചിമാരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് ആരാണ് വരുന്നത് എന്ന് നോക്കാം, അല്ലേ RJ അച്ചു? യെസ് ജെറി, നമുക്ക് നോക്കാം. നമുക്ക് 1 മിനിറ്റാണ് സമയം. 1 മിനിറ്റിന്റെ ഇടയ്ക്ക് എത്ര ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നു എന്നുള്ളത് കണക്കാക്കിയാണ് നമ്മൾ ശരി ഉത്തരം, നമ്മൾ ആരെയാണ് വിജയ് എന്ന് കണക്കാക്കുക. ഓക്കെ, അടുത്ത ആരാണ് വരട്ടെ? പിന്നെ അനീഷ ചേച്ചി 12 ഉത്തരങ്ങളാണ് തന്നിട്ടുള്ളത്. 13 ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലൈല ചേച്ചി വിജയിക്കും. പേരെന്താണ്? കല്യാണ സ്ഥലം എവിടെയാ? കല്ലുവാതുക്കൽ. കത്രീനയുടെ ആരായിട്ട് വരും? കല്ലുവാതുക്കൽ കത്രീനയുടെ കവിയായിട്ട് വരും. ഇപ്പൊ എത്ര കവിതകളൊക്കെ എഴുതാറുണ്ട്? സമയം കൊണ്ട് 10 സെക്കൻഡ് ഔട്ടാവും. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ കഴിച്ചത് കഞ്ഞിയാണ് രാവിലെ. അപ്പൊ ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് കഞ്ഞി. വൈകുന്നേരത്തും കഞ്ഞി. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ എന്താ? അത് കരിമീൻ. കരിമീൻ വറുത്തതാണോ പൊള്ളിച്ചതാണോ? കരിമീൻ. അപ്പോ എന്തായാലും ചേച്ചി നല്ല അടിപൊളിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. 9 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ അടുത്ത ആളാരാണ്? പായാണ് അക്ഷരം. പായാണ് ചേച്ചിക്കുള്ള അക്ഷരം. പായിൽ പറയണം. പേരെന്താണ്? പവന. എന്ത് ചെയ്യുന്നു? പവന പഠിക്കുന്നു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു പവന? 10ാം ക്ലാസ്സിൽ. പവനയുടെ വീട്ടിൽ ആരൊക്കെയാണ്? 10 മക്കളുണ്ട്. 10 മക്കളുണ്ട്. 10 മക്കളുടെ പേര് പറയാൻ പവനയോട് പറഞ്ഞാൽ പവന എന്ത് പറയും? പറയാം. എല്ലാവരും ഒരേ പേരാണോ? പറയാം എന്നാണ് എല്ലാ മക്കൾക്കും പേരിട്ടിരിക്കുന്നത് പവന. അപ്പൊ പവനയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? പാല് മാത്രമാണോ? പാല് മാത്രം. ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? ഇഷ്ടപ്പെട്ട നിറം പച്ചയാണ്. എന്താ ജോലി എന്താന്നാ പറഞ്ഞേ? എനിക്ക് ജോലിയോ? പച്ച കുത്തലാണ്. ഒരു ദിവസം എത്ര പച്ച കുത്തും? 10 പച്ച കുത്തിയാൽ എത്ര രൂപ കിട്ടും?
10 രൂപ. 10 രൂപ കിട്ടും. ഒരു പച്ചയ്ക്ക് 10 രൂപ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നമ്മളുടെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു കസരത്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലെറ്റർ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ചേച്ചിമാരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് ആരാണ് വരുന്നത് എന്ന് നോക്കാം അല്ലേ അർജാച്ചു? യെസ് ജെറി, നമുക്ക് നോക്കാം. പേരെന്താണ്? തൈഫ്. തൈഫിന്റെ സ്വദേശം എവിടാണ്? തലയിലാണോ? തലയിൽ എങ്ങനെയാ താമസിക്കുന്നത്? തലയിൽ തന്നെ താമസിക്കും. തലയിൽ വീടാണോ അതോ ഫ്ലാറ്റ് ആണോ അതോ പ്രത്യേക മുറിയാണോ? ഇല്ല, തല തന്നെ. തലയാണ്. തലയിൽ എങ്ങനെയാണ് താമസിക്കുന്നത്? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഡെയിലി ഉണ്ടാക്കാറ് തലയിൽ? തലയിട വെച്ച് കിടക്കും. തലയണ വെച്ച് കിടക്കും. ചോദ്യം പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് സംസാരിക്കാം. അക്ഷരം മാറരുതെന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? തലൈവൻ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? തലൈവൻ തന്നെ. തലൈവൻ തന്നെയാണ്. തലൈവനാണ് എന്താ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ ആണ്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥലം കാണാൻ പോകുന്നത്. അത് പോയി. ചോദ്യങ്ങൾ. അതെ. അപ്പോൾ അടുത്തത് ആരാണ് വരുന്നത് എന്ന് നോക്കാം അല്ലേ അർജാച്ചു? യെസ് ജെറി, നമുക്ക് നോക്കാം. ഒരു അക്ഷരം തരും. അക്ഷരത്തിൽ മാത്രം ചോദിക്കുന്നതിന് ഉത്തരം പറയാം. എന്ത് പറഞ്ഞാലും ആ അക്ഷരത്തിൽ ഉത്തരം പറയാവും. ഇപ്പൊ സ്ഥലം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സ്ഥലം എവിടാന്ന് ചോദിക്കും, പേരെന്താന്ന് ചോദിക്കും, എന്ത് ചെയ്യുന്നു ചോദിക്കും. അക്ഷരം എല്ലാത്തിനും. അതെ. കാ പറഞ്ഞു കഴിഞ്ഞാൽ കാ വെച്ച് മാത്രമേ പറയാവുള്ളൂ. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. സദ്യങ്ങളൊക്കെ മാറ്റി പറയാം. വാ വനത്തിന്റെ വാ. പേരെന്താണ്? വാമിക എന്ത് ചെയ്യുന്നു? വെറുതെ നിൽക്കുന്നു. വാമികയുടെ സ്ഥലം എവിടാണ്? വാമനപുരത്ത് വാമികയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വാസുദേവൻ, വിമല. രണ്ടുപേരേ ഉള്ളൂ. വാസുദേവനും വിമലയാണുള്ളത്. എന്ത് ഭക്ഷണമാണ് ഇഷ്ടപ്പെട്ടത്? വാൽമാക്രിയുടെ കറി. രാവിലെ എന്തായിരുന്നു കറി? വാൽമാക്രി കറി. വൈകിട്ട് എന്താണ്? വൈകിട്ട് അതിന്റെ ബാലൻസ് ഇരിപ്പുണ്ട്. അതിന്റെ ബാലൻസ്. അപ്പോ എവിടേക്ക് പോകാനാ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? വാമനപുരം തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എത്ര വർഷം? പാളാത്തും പോകും. എത്ര വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ട്? വിദൂരതയിലല്ലാത്ത ജോലി ചെയ്യുന്നുണ്ട്. ഇരിക്കുകയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? വണ്ടികളെല്ലാം ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? വെള്ളയാണ് ഇഷ്ടപ്പെട്ട നിറം എന്ന് പറയുന്നത്. ഇനി എന്തുണ്ട്? ഇനി എന്ത് ചോദിക്കണമെന്ന് എനിക്കും അറിയാൻ പാടില്ല പോലെ. അപ്പൊ ഇഷ്ടപ്പെട്ട നിറം വെള്ളയാണെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? വെള്ളയാടി പരമു. അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? 13. യെസ്, വാശിയേറിയ ഗെയിം ആയിരുന്നു ഇപ്പൊ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാരും വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആർജി? എനിക്ക് വളരെയധികം കോമഡി ആയിട്ടാണ് തോന്നിയത്. ചേച്ചിമാരൊക്കെ വളരെയധികം വിദഗ്ധമായിട്ടാണ് ആ ഒരു ഉത്തരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. വാ എന്ന് പറഞ്ഞപ്പോൾ വാൽമാക്രി കറി കഴിച്ച ചേച്ചിയാണ് എന്റെ ഹീറോ എന്ന് ഞാൻ വീണ്ടും പറയും. അത്രയും രസമുണ്ടായിരുന്നു. മഞ്ഞ കളറിലുള്ള ഉപ്പുമാവ്, മഞ്ഞ കളറിലുള്ള പഴം, അങ്ങനെ മാവ് വെച്ച് പറയാനായിട്ടും ചേച്ചിമാരൊക്കെ അടിപൊളിയായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയുമുണ്ട് പ്രോഗ്രാമുകൾ അല്ലേ? അയ്യോ, അടിപൊളിയാണ് ജെറി. നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം മനോഹരമായിട്ടും പോകുന്നുണ്ട്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. ഗെയിംസ് ഒക്കെ ഇങ്ങനെ തകർത്ത് നടക്കുന്നുണ്ട്. ചേച്ചിമാരൊക്കെ ആയാലും നമ്മളോടൊപ്പം അടിപൊളിയായിട്ട് സഹകരിക്കുന്നുണ്ട്. മത്സരങ്ങൾ ഇനിയും വരുന്നുണ്ട്. യെസ്, മത്സരങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഇപ്പൊ തന്നെ 2 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലയാളി മങ്ക കോമ്പറ്റീഷനും അതുപോലെ തന്നെ ലെറ്റർ ഗെയിമും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി ചിലപ്പോൾ ചേച്ചിമാർക്കൊക്കെ ചിലപ്പോൾ ഫേവറേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ് നുണ പറച്ചിൽ മത്സരം. ജെറിക്ക് എങ്ങനെ നുണ പറയാൻ ഇഷ്ടമാണോ? എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. എന്നെ പണ്ട് മുതലേ തല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മയൊക്കെ എന്നെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട് നുണ പറയുന്നതിന്. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയാണ്. ഈ ഗെയിം കൊണ്ടുവരാൻ പറഞ്ഞതും ഞാൻ തന്നെയാണ്. അതെ. ആ എന്താ പറയാ, ആ ഒരു ഗെയിമിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ നമ്മളുടെ RJ ജെറിയുടേതാണ്. എന്തായാലും നമുക്ക് നോക്കാം ഈ മത്സരങ്ങൾ എങ്ങനെ ചേച്ചിമാര് കൊണ്ടുപോകുമെന്ന്. കഥ ഇതാണ്. കഥയുടെ ഒരു ആശയം ഇതാണ്. 2024 മഹാബലി കേരളത്തിലേക്ക് എത്തുന്നു. കേരളമെല്ലാം കണ്ടു കഴിഞ്ഞ് ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പാതാളത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് 2024 കണ്ട കാര്യങ്ങളൊക്കെ പാതാളത്തിലെ ആൾക്കാരോട് പറയുന്ന ഒരു കഥ. അത് നിങ്ങളൊന്ന് മുഴുവിപ്പിച്ചു തരണം. ഇതാണ് കഥ. അത് എങ്ങനെ വേണമെങ്കിലും മാറ്റാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. രസകരമാക്കണമെങ്കിൽ രസകരമാക്കാം. എത്രമേൽ മനോഹരമായിട്ട് രസകരമായിട്ട് പറയുന്ന ആരാണോ അവരായിരിക്കും ഈ മത്സരത്തിലെ വിജയി. തീർച്ചയായിട്ടും നടന്നതും നടക്കാൻ പോകുന്നതും മനസ്സിലുള്ളതും നിങ്ങൾ സ്വപ്നം കണ്ടതുമായിട്ടുള്ള എല്ലാ കഥകളും അതിനകത്ത് ഉൾപ്പെടുത്താം. ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ കഥയുടെ തുടക്കം. ആരാണ് ആദ്യം വന്നിട്ട് മാവേലിയെ പറ്റിയുള്ള കഥ മുഴുവിപ്പിക്കുന്നത്? ആര് വരും? അപ്പോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മഹാബലി തിരിച്ച് പാതാളത്തിൽ ചെന്നിട്ട് പറയുന്ന കഥ. 2024 എന്തൊക്കെ കണ്ടു എന്ന് പറയുന്നത്. എന്റെ പേര് തങ്കമണിയമ്മ.
പിന്നെ നമ്മള് പണ്ട് പരിവർത്ത് വരിയിരുന്നു, പിന്നെ കൊരവേടിയോ പിന്നെ കണ്ടെത്തി നെല്ല് വിളയാതെ അരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇപ്പൊ ഉപരിയായി ഇപ്പൊ എല്ലാരും കൃഷി അന്ന് അഹങ്കരിച്ചു. എന്നിട്ടാ പിന്നെ അരി ചോറ് വെച്ച് അരിയായപ്പം പറഞ്ഞ് ചോറ് വെച്ച് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതെല്ലാം ഇപ്പൊ കണ്ടെത്തി കിടന്ന് എല്ലാരും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാകുന്ന സാധനമാണ്. പിന്നെ അന്ന് 28 ഓണം ഉണ്ടായിരുന്നു. ഇപ്പം 5-6 ഓണങ്ങളെ ഉള്ളൂ. അന്ന് സന്തോഷമായിട്ട് എല്ലാവരും ഇപ്പം വീട്ടിൽ ഈ 5 ഓണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എല്ലാവരുടെയും വീട്ടിൽ ഓണം ഉണ്ടെന്നു സന്തോഷമായിട്ടൊക്കെ കഴിഞ്ഞു. ഓണക്കോടി എടുക്കുന്നു. പണ്ട് ഓണക്കോടി എടുക്കാത്ത ഒരു സമയങ്ങളും തോത്തായിരുന്നു പണ്ടൊക്കെ എടുത്തിരുന്നത്. ഇപ്പം എല്ലാവർക്കും നല്ല ഡ്രസ്സുകളാണ് എടുക്കുന്നത്. ചേച്ചി വളരെ സീരിയസ് ആയിട്ടാണ് ചേച്ചി സംസാരിച്ചത് അല്ലേ? നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനാണ് താഴോട്ട് പോകുമ്പോൾ മഹാബലിയെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനമായിട്ടോ 4 വിമാനം മൊത്തം വീട്ടിലുണ്ട്. 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരെണ്ണം കൊണ്ടുപോയി, ചേട്ടൻ ഒരെണ്ണം കൊണ്ടുപോയി, പിന്നെ അമ്മ ഒരെണ്ണം വീട്ടിൽ ചുമ്മാ കളിക്കാനായിട്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. താഴെ ചെന്നപ്പോൾ മഹാബലി നിൽക്കുകയാണ് ബുള്ളറ്റ് പുള്ളിക്കാരൻ ജീൻസ് ഒക്കെ ഇട്ട് നിൽക്കുക. നമ്മൾ കണ്ടിട്ടുള്ളത് കൊടവയറും ഓലക്കുടയൊക്കെ ആയിട്ട് വരുന്ന മഹാബലി ഞാൻ താഴെ ചെന്നപ്പോൾ ജീൻസുമായിട്ട് നിൽക്കുക. പുള്ളിയുടെ വൈഫ് എവിടെ ഉണ്ട്? തൊട്ടിപ്പുറത്ത് നിൽപ്പുണ്ട്. നമ്മൾ തമ്മിലൊരു പരിചയം ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെ ഭൂമിയിൽ വെച്ചിട്ടുള്ള ഒരു പരിചയം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. അങ്ങനെ മഹാബലി ഞാനും കൂടെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിപ്പോയത്. അപ്പൊ ഇവിടെ എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത തവണ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈനിറയെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ മഹാബലി കൈനിറയെ സാധനങ്ങൾ എന്ത് വേണം എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാനൊരു ചെറിയ ലിസ്റ്റാണ് കൊടുത്തത്. നമുക്ക് ഇവിടെ ആടിപ്പാടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അല്ലേ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പൊ പിന്നെ എനിക്കൊരു വേറൊരു കോൾ വന്നായിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റുമായിട്ടായിരുന്നു മീറ്റിംഗ്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഏകദേശം പകുതിയുള്ള സ്ഥലം ഞാൻ അങ്ങ് മേടിച്ചിട്ട് അവിടെ വാഴ കൃഷി ചെയ്താലോ എന്നൊരു ആശയം അദ്ദേഹത്തിനോട് വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വാഴ കൃഷി കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാനൊക്കെ. അപ്പൊ ഇങ്ങനെ പറയാം കേട്ടോ, ഇങ്ങനെ രസകരമായിട്ട് തള്ളി നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സീരിയസിന് ഉപരിയായിട്ട് വളരെ കോമഡി ആയിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാം. അങ്ങനെ വിജയിക്കുന്ന ആൾക്കാർക്കും സമ്മാനം. ഓക്കെ, അടുത്ത ആളാണ്. അങ്ങനത്തെ ഈ നുണക്കഥ മത്സരം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചേച്ചിമാരെ പറഞ്ഞ പല നുണക്കഥകളും കേട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇനിയുള്ള ചേച്ചിമാർ എന്തൊക്കെ നുണകളാണ് പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാല്ലേ. മഹാബലി നാട്ടിൽ വന്നിട്ട് ഓണപരിപാടിയൊക്കെ കണ്ട് നമ്മൾ വയറ് നിറച്ച് താഴെ പാതാളത്തിലായിട്ട് പോയപ്പോ എന്താണ് ഇവിടെ നടന്നതെന്നല്ലേ പറയാൻ പറഞ്ഞത്. അപ്പം ഇവിടെ പറഞ്ഞതുപോലെ എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ എങ്ങനെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാം. പിന്നെ മഹാബലി നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊ എല്ലാ ഓണത്തിന്റെ പരിപാടികളൊക്കെ പല വീടുകളിലും പോയി സന്ദർശനം നടക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരിടത്ത് പോയപ്പോഴത്തേക്ക് അവിടെ ഉപ്പേരിയും മറ്റുള്ള കാര്യങ്ങളും മറക്കുന്ന അരവ കിട്ടുന്നു, പിന്നെ എന്തോ പായസം വെക്കുന്നു, ഓണസദ്യ ഉണ്ടാക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാബലി ഇങ്ങനെ ഓരോയിടത്ത് ഇങ്ങനെ പോയി പരിശോധിച്ച് ഇങ്ങനെ ഓരോരുത്തരും പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പൊ ഇനി നാട്ടിൽ നമുക്ക് പാതാളത്തിലോട്ട് പോകാം. പാതാളത്തിലോട്ട് പോയിട്ട് അവിടെ എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര വിശേഷങ്ങൾ നടക്കുന്നു. അതായത് പിന്നെ ഓണം പരിപാടിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന അമേരിക്കയിലും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ UK-യിലും ഇംഗ്ലണ്ടിലും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നു വരികയാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം 2024-25 ഇനി ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ അതേപോലെ ചെയ്യാനുണ്ട്. അതുപോലെ പിന്നെ എന്താ പറയുന്നത്, പണ്ട് ഓണക്കോടി എടുക്കാനൊക്കെ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇല്ലായിരുന്നു. ഓണം ഊഞ്ഞാലും ഒക്കെ ആടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓണക്കോടിക്ക് പകരം ഇപ്പം മൊബൈൽ എന്നൊക്കെയാകുമ്പം എല്ലാ ഓണക്കോടിയും നമ്മുടെ വീട്ടിൽ വരുന്ന ഓണസദ്യ വരെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഓണം 2024 അല്ലെങ്കിൽ 25 ഇങ്ങനെ തുടക്കം കുറിക്കുന്നത്. അതുപോലെ ഓണക്കോടികൾ അങ്ങനെ ഊഞ്ഞാൽ വരെ ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന ഈ ആൾക്കാർക്ക് ഇപ്പൊ എല്ലാം നമ്മുടെ വീട്ടില് ഒന്ന് നെക്കിക്കൊടുത്താൽ ഇപ്പൊ വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതെല്ലാം നമ്മുടെ മഹാബലി ഒന്ന് നാട് സന്ദർശിച്ചിട്ട് പാതാളത്തിലേക്ക് പോയിട്ട് എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഒരു വലിയ മഴ പെയ്ത് തോർന്നതുപോലെ ഉണ്ട്. അപ്പൊ ഇനി അടുത്തവരെ സന്ധി ചേച്ചി. ഞാൻ മഹാബലി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് പള്ളിക്കൽ കുടുംബശ്രീ എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പില് കുറേ പരിപാടികൾ അവരവതരിപ്പിച്ചിരുന്നു, നല്ലൊരു സദ്യയും തന്ന്. എങ്കിലും അവരുടെ ഒരു തിരുവാതിരയും ഒരു കുടകൂത്തും അതൊന്ന് കാണാനുള്ളതായിരുന്നു. ഞാനത് ഇനി അടുത്ത വർഷവും ഞാൻ അവിടെ പോയി അത് കാണും, അതിൽ പങ്കെടുക്കും, അവരുടെ കൂടെ ഞാനത് പങ്കെടുക്കും. അവിടുത്തെ പ്രസിഡന്റ് ലൈലയാണെങ്കിൽ
കൊടകൂത്തില് ബെസ്റ്റാണ്. പിന്നെ അത് അവിടെ ഒരു രാധയുണ്ട്, രാധ സെക്രട്ടറിയാണ്. രാധയ്ക്കാണെങ്കിൽ കാല് വയ്യ, മുട്ടുവേദനയാണെങ്കിലും തിരുവാതിര കളിക്കാൻ യാതൊരു മടിയില്ല. ഭയങ്കര ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അവർ നല്ലൊരു സദ്യ നമുക്ക് തന്നു. ഇഞ്ചിക്കറിയൊക്കെ സൂപ്പറായിരുന്നു അവരുടെ. പിന്നെ ഊഞ്ഞാലൊന്നും ഇല്ല, ഇപ്പം എല്ലാം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഊഞ്ഞാലൊന്നും ആടാൻ പറ്റിയില്ല. പിന്നെ പഴയ രീതിയില്ല എങ്കിലും അവർ നല്ലൊരു പരിപാടി അവതരിപ്പിച്ച് എനിക്ക് സന്തോഷമായിട്ട് പോയി. ഞാൻ വീണ്ടും പാതാളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്ത വർഷം ഞാൻ വീണ്ടും അവരുടെ ഗ്രൂപ്പിൽ തന്നെ ചെന്ന് പരിപാടികൾ കാണാം. അടുത്തത് കുഞ്ഞിനായിട്ട് വരുന്നു. എൻ്റെ പേര് ജലജ. ഞാനൊരു ഓലക്കുടയൊക്കെ പിടിച്ച് നാട്ടിൽ ചെന്നപ്പോഴേ ഇത്തിരി നാട്ടുകാർക്കൊക്കെ ഇന്തൊരു സന്തോഷം. പലയിടത്തും പല രീതിയിലുള്ള ആൾക്കാരും വരുമ്പോ പണ്ടത്തെ ഞാനിരുന്ന് ഭരിച്ച കാലത്തെ പോലൊന്നും ഉള്ള ഭരണമൊന്നും അവിടെ ഇല്ല. ഞാൻ ചെന്നപ്പോഴോ ഓരോ ഭാഗത്ത് കുടിച്ചൊരു ഭാഗത്ത്, ലഹരി ഉപയോഗിച്ച് മറുഭാഗത്ത് മനുഷ്യരെല്ലാവരും അന്നിനെ കണ്ടുകൂടാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങളും മോഷ്ടാക്കളും എല്ലാം ചേർത്ത് ഈ കേരളത്തെ അങ്ങ് മുടിച്ച് കളഞ്ഞു. ഞാനിരുന്നിട്ട് ഒരു മനുഷ്യർ പോലും കള്ളത്തരങ്ങളോ കൊലയോ കൊള്ളയോ ഒന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു, സന്തോഷപ്രദമായ ഒരു കാലമായിരുന്നു ഞാൻ ഭരിച്ചിരുന്ന കാലത്ത്. ഇപ്പൊ എന്തോന്ന് ജനങ്ങൾ കാണിക്കുന്നത് അതേ രീതിയിലാണ്. ഇപ്പോഴൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ആരും തന്നെയില്ല. എല്ലാവരും മനുഷ്യര്. ഓണം എന്ന് പറയുന്ന ഒരു ഓണമില്ല, വരെ ഓണം തന്നെ മാറി. ഇപ്പൊ എല്ലാ ഫോണുകൾ കൊണ്ട് ഫോണെടുത്ത് ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് മറ്റൊരാൾ അങ്ങോട്ട്, ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ്. ആർക്കും ഓണവുമില്ല, സംക്രാന്തിയില്ല, ഒന്നുമില്ല. ഞാൻ ഭരിച്ചിരുന്ന കാലത്തെ പോലെ ഒന്നുമുള്ള ഒരു കാര്യങ്ങളും ഇന്നില്ല. സദ്യയുണ്ടോ? അതും ഇല്ല. മറ്റ് 11 മണി 10 മണിയാകുമ്പം തിരുവോണ ദിവസങ്ങളിൽ ഓണസദ്യ ഒരുങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓണസദ്യ ഒരുങ്ങാറേ ഇല്ല. ആരും വരുത്തും, ഹോട്ടലുകളിൽ പോയി ഓണസദ്യ വരുത്തും, ആരും വെക്കാറില്ല. എന്നാൽ പഴയ അമ്മമാരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിയും മാങ്ങയും എല്ലാം തലേന്നേ ഇട്ട് വെച്ച്, തലേന്ന് അല്ലെങ്കിൽ ഒരു കാഴ്ച മുമ്പേ ഇട്ട് വെക്കുകയും സദ്യ ഒരുങ്ങുകയും 11 മണിയാകുമ്പോൾ എല്ലാവരും നിരന്നിരുന്ന് ഓണസദ്യ, ഇലയിൽ ഓണസദ്യയുണ്ട്. ഇപ്പൊ ഇല പോലും ഇല്ല. പാത്രങ്ങളിൽ അവരവർക്ക് വേണ്ടുന്നത് പോലെ വന്നുക, തിന്നുക, പോവുക. ആ രീതിയിലുള്ള കാലവായ്പ. അയ്യോ പിന്നോ അവിടെല്ലാം വെള്ളപ്പൊക്കവും മഴയും ദുരിതവും കഷ്ടപ്പാടും എല്ലാമായി ഞാൻ അങ്ങനെ എന്തായിരുന്നാലും ഒരുവിധം ഞാൻ എൻ്റെ പാതാളത്തിലേക്ക് പോന്നു. അടിപൊളി സൂപ്പർ. ജഡ്ജിമെന്റ് കൂടുന്നല്ലോ ഇങ്ങനെയാണെങ്കിൽ. ആരാണ് ജഡ്ജിന്റെ തല പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്? റെജീല ചേച്ചി വരുന്നു. അടുത്തത് ആ കുടുംബശ്രീയിലെ റെജീല എന്ന് പറഞ്ഞ കൊച്ചു അടിപൊളി സുന്ദരിയാണ്. അതിന്റെ കൂടെ എനിക്ക് ബൈക്ക് ഓടിച്ച് പഠിക്കാനൊന്നും ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ വയറ് കാരണം എനിക്ക് അതിന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടിപൊളി പരിപാടികളായിരുന്നു. ആ വന്ന ആൾക്കാരിൽ ഒരെണ്ണം മൈക്ക് പിടിക്കുമ്പോൾ ഭയങ്കര മൈക്കിന് കുഴപ്പമാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ചെന്നപ്പോ അടിപൊളി സദ്യകളും എല്ലാം ആണ്. അടുത്ത പ്രാവശ്യം അൽഫാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിച്ചു പൊളിക്കാം. ഓണസദ്യയുടെ കൂടെ അൽഫാം വെച്ച് വെറൈറ്റി ആയിട്ട് കഴിക്കണം. അപ്പോ റെജീല ചേച്ചി എന്തായാലും അടുത്ത പ്രാവശ്യം ഓണസദ്യയുടെ കൂടെ അൽഫാമും കുറച്ച് പച്ചടിയുടെ കൂടെ മയണൈസും ഒക്കെ കൂട്ടി കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അടുത്തായിട്ട് ആരാണ് വരുന്നത്? ചേച്ചി. അപ്പൊ അടുത്തായിട്ട് എന്റെ പേര് രാഖി. ഞാൻ അക്ഷരജീവ കുടുംബശ്രീയിൽ വരുന്നു. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് മാവേലി തിരിച്ച് നമ്മളെ 2024 ഓണമൊക്കെ ആഘോഷിച്ച് തിരിച്ച് പാതാളത്തിൽ ചെന്ന് കഴിയുമ്പോ എന്തൊക്കെയായിരിക്കും പറയുക? കേരളത്തിലെ വിശേഷം. അപ്പം മാവേലി ഓണത്തിൽ വന്ന് ഓണം ആഘോഷിക്കാൻ കേരളത്തിൽ വന്ന് അത്തപ്പൂക്കളം ഇടുന്നതും കണ്ട്, ഊഞ്ഞാലാടുന്നതും കണ്ട്, തുമ്പി തുള്ളുന്നതും കണ്ട് സന്തോഷമായിട്ട് ഓണം 10 ആഘോഷിച്ച് മാവേലി തിരിച്ച് പാതാളത്തിൽ ചെന്നിട്ട് പഴയ അമ്മമാര് ആഘോഷിക്കുന്ന കണക്കുള്ള ഓണപരിപാടികളൊന്നും ഇപ്പോൾ ഓണാഘോഷത്തിനില്ല. അതിനകത്തൊന്നും മാവേലി തൃപ്തനല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ റേഷൻ കടകളിൽ ഉത്രാടമായാലും അരിയില്ല, സാധനങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോഴുള്ള ആൾക്കാര് വീടുകളിൽ എങ്ങനെ ഒരുക്കും എന്നുള്ള ചിന്തയിലാണ് ആൾക്കാര്. കൂടിയിലും ഇല്ല, പാട്ടുകളിയും ഇല്ല, ഒന്നുമില്ല.
മാവേലി അത് വിഷമമായി. ഇനി അടുത്ത വർഷം ഓണത്തിനെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഓണം ഊണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് മാവേലിയുടെ അഭിപ്രായം. അപ്പൊ എന്തായാലും മുൻകാലങ്ങളിലെ പോലെ അത്തക്കളോ ഓണപ്പാട്ടോ തുമ്പിതുള്ളിലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാവേലി നല്ല വിഷമത്തിലാണെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അടുത്തായിട്ട് ആരാണ് വരുന്നത്? അപ്പൊ ഇനി അടുത്തതായിട്ട് ഗെയിമിലേക്ക് എത്താനായിട്ട് ചേച്ചിമാരൊന്നും തന്നെ ഇല്ല. ഇന്ന് കുറച്ചധികം അടിപൊളി ഗെയിമുകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെയ്യാത്ത ഗെയിമുകളൊക്കെ, അതായത് നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത ഗെയിമുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. കസേരകളി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബോൾ ത്രോ ആയിക്കോട്ടെ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫുള്ളി എന്റർടൈൻഡ് ആയിരുന്നു ഇന്നത്തെ ദിവസം, അല്ലേ അച്ചു? തീർച്ചയായിട്ടും ചെറി. അപ്പൊ നമ്മളെല്ലാം ചേച്ചിമാരെല്ലാരും എൻജോയ് ചെയ്തു, നമ്മളും എൻജോയ് ചെയ്തു. യെസ്, മൊത്തത്തിലൊരു എൻജോയ്മെന്റ് തന്നെയായിരുന്നു. നമ്മളെല്ലാവരും തന്നെ അടിപൊളിയായിട്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് സെഷനൊക്കെ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ചേച്ചിമാരുടെ കാര്യങ്ങളാണ്. ചേച്ചിമാർ എങ്ങനെയൊക്കെയാണ് ഈ ഗെയിം എൻജോയ് ചെയ്തത്, അവരുടെ ഓണവിശേഷങ്ങളൊക്കെ എന്താണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രാഗിണി ചേച്ചി അടുത്ത് ഓടി വന്ന് നിൽപ്പുണ്ട്. ചേച്ചി പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ടൊരു കവിതയൊക്കെ ആലപിക്കാവുന്ന. അപ്പോൾ രാഗിണി ചേച്ചിയുടെ വക ഒരു ബ്യൂട്ടിഫുൾ കവിതയും കേൾക്കാം, ഓണവിശേഷങ്ങളും അറിയാം, ഗെയിമിങ്ങിനെ കുറിച്ചുള്ള റെസ്പോൺസസും അറിയാം. ഞാൻ ആലപിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയുടെ പ്രേമസംഗീതം എന്ന കവിതയാണ്. ഒരുറ്റ മതമുണ്ടുലകിൻ ഉയരാം പ്രേമമതൊന്നല്ലോ, പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേലമൃതമയം, പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്ന്, ഈശ്വര സൃഷ്ടിയിലെങ്ങില്ല ഇതേതരയോഗം, പദാർത്ഥ നിരജൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം, പ്രാണികുലത്തിൽ പരമാത്മഗുണം പരസ്പര പ്രേമം, നമിക്കുലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാകം നരകവും അതുപോലെ, അടുത്തു നിൽപ്പോരനുജനെ കാൺമാൻ അക്ഷികളില്ലെന്ന, അരൂപനീശ്വരൻ അദൃശ്യനെന്നാൽ അതിലെന്താശ്ചര്യം, ഒരുറ്റ മതമുണ്ടുലകിൻ ഉയരാം പ്രേമമതൊന്നല്ലോ. യെസ്, വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കവിത തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനുഷ്യ സ്നേഹം മാത്രമാണ് ഉലകിൽ ബാക്കിയാകുന്നത് എന്നാണ് ഈ ഒരു കവിതയുടെ ഇതിവൃത്തം. എങ്ങനെ കവിതയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലാറുണ്ടോ? കവിതകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ? ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുനാളിൽ 4ാം ക്ലാസ് തൊട്ടേ കവിതകളൊക്കെ ചെല്ലുമായിരുന്നു, പ്രൈസുകളൊക്കെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അവരും പ്രൈസുകളൊക്കെ വാരി കൂട്ടുമായിരുന്നു. ഒരാൾ MSc കഴിഞ്ഞ്, പിന്നെ MPhil കഴിഞ്ഞ്, ഇപ്പം B.Ed കഴിഞ്ഞ് PhDക്ക് പഠിക്കുന്ന ഒരാൾ. മൂത്താള് പിന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ് സൗദിയിൽ പോയി. അവിടുന്ന് ഇപ്പോൾ ഓണത്തിന്റെ ലീവിന് വന്നേക്കുന്നു. അയാൾക്കൊരു കുട്ടിയുണ്ട്. മൊത്തത്തിൽ ഹാപ്പിയായിരുന്നു. ഇന്നത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടല്ല. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് രാഗിണി ചേച്ചിയായിരുന്നു. ഒരുപാട് സന്തോഷങ്ങളോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്, പള്ളിക്കലിൽ നിന്ന് ഇറങ്ങുന്നത്. അത്രമേൽ മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അത്രമേൽ അടിപൊളിയായിട്ടുള്ള ചേച്ചിമാരായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് അമേസിങ്. ഇതിനൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ അനീഷയാണ്, ഞങ്ങളുടെ കുടുംബശ്രീയിലെ അനീഷയാണ്. അത് ഉറക്കൊഴിഞ്ഞിരുന്ന് മെസ്സേജ് കൊടുത്ത് എല്ലാരെയും വിളിച്ച് കൊണ്ടുവന്ന് ഇത്രയും ആക്കി ചേർത്തത് അനീഷയ്ക്കാണ്. ഒരുപാട് ഹൈ. യെസ്, ഒരുപാട് സന്തോഷം. അനീഷ ചേച്ചി നിങ്ങളുടെ കുടുംബശ്രീയിലെ അംഗമല്ല, ഞങ്ങളുടെ FM-ലെ അംഗമാണ്. ഇന്ന് മുതലെന്നല്ല, ഞങ്ങൾ അനീഷ ചേച്ചിയെ FM-ലെ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് പറയും, അനീഷ ചേച്ചി എവിടെയാണ് ഇന്നത്തെ കുടുംബശ്രീ എന്നൊക്കെ. ഇങ്ങനെ ഒന്നും ഇത്രയും വിശദമായിട്ട് ഇവിടെ പറയില്ല, പക്ഷെ എനിക്ക് പനിയൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അനീഷ ചേച്ചിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ലായിരുന്നു എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ നടക്കാൻ പോകുന്നത്. മൊത്തത്തിലൊരു സർപ്രൈസ് തന്നെയായിരുന്നു. അനീഷ ചേച്ചി മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞങ്ങളുടെ മൈലം 11ാം വാർഡിലെ ഒരു വിശിഷ്ട
വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും എന്താ അനീഷ ചേച്ചിയോടുള്ള ഒരുപാട് സ്നേഹം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. അനീഷ ചേച്ചി ഹാപ്പി അല്ലേ മൊത്തത്തില്? പിന്നെ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെയുള്ള വാക്ക് കേൾക്കാൻ പറ്റുന്ന തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇതിന് വലുതുണ്ടാ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഓണത്തിന് FM-ല് ഉള്ള എല്ലാരും തന്നെ രാഗിണി ചേച്ചി ക്ഷണിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് രാഗിണി ചേച്ചിയുടെ കവിത നമ്മൾ കേട്ട് ചേച്ചിയുടെ വിശേഷങ്ങൾ അറിഞ്ഞു. അതോടൊപ്പം തന്നെ അനീഷ ചേച്ചിയെ പറ്റി കേട്ടു, ചേച്ചിയുടെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇതുപോലെ ചേച്ചിമാരൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഗെയിമിൽ പങ്കെടുത്തത്, അല്ലെ അവരുടെ ഒരു സന്തോഷം എന്താണെന്ന് നമുക്ക് കേൾക്കാം. അടുത്തത് നമ്മളുടെ ചേച്ചി എത്തിയിട്ടുണ്ട്. രാധ ചേച്ചിയാണ് എത്തിയിട്ടുള്ളത്. രാധ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു പരിപാടിയൊക്കെ? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ ഫംഗ്ഷന്റെ കാര്യം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോലും ബോധിക്കുക. അടിപൊളി ഫംഗ്ഷനാ. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ നാലുപേരും പാനിരുന്നതാ. ഈ കൊച്ചു ഞാനും കൂടെ പോകണ്ട, എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ പോകാന്ന് വിചാരിച്ചതാ. പക്ഷെ നടന്നില്ല. ഇവിടുത്തെ പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് അതിന്റെ ചെയ്യാതെ ഞങ്ങൾ ഇവിടെ തന്നെ ഇനി നിങ്ങൾ വരണം ഇവിടെ. അപ്പൊ രാജ ചേച്ചിക്ക് എത്ര സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്? എനിക്കിത് വേണ്ട, 10 മുട്ടയും കിട്ടി. പിന്നെ അതേ ഉള്ളൂ. പിന്നെ ഏത്തക്കൊല. അപ്പൊ എന്തായാലും രാജ ചേച്ചിയുടെ അടുത്ത് നിന്ന് അടിപൊളിയായിട്ടാണ്. അടിപൊളി പാട്ടുകളൊക്കെ റെഡിയാക്കി കൊണ്ട് വന്നായിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ കാണാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ തിരുവാതിര കളിക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ എന്തെല്ലാം പരിപാടികൾ കൊണ്ട് വന്നേന്നറിയുമോ? എന്തോ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കും സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. എന്തായാലും ക്രിസ്മസിന് ഞങ്ങൾ വരുന്നുണ്ട്. അന്നേരം നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പൊ അടിച്ചു പൊളിക്കുക. ക്രിസ്മസിന് എന്തായാലും അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാ ചേച്ചിമാരും നമ്മളുടെ അടുത്ത് നിന്ന് പോകുന്നത്. അപ്പോൾ തിരുവോണ ദിവസത്തിലെ അടിപൊളി പ്രോഗ്രാം ആയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടുള്ള കുടുംബശ്രീ ചേച്ചിമാരുടെ കൂടെയുള്ള ഓണാഘോഷമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻ്റെ ആശ്രയ FM 90 ടീമുണ്ട്. ചേച്ചിമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇമാതിരി പ്രോഗ്രാം ഒക്കെ പറയുമ്പോൾ നേരത്തെയൊക്കെ പറയാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തരാനായിട്ട്. അപ്പോൾ ക്രിസ്മസിന് ഞങ്ങൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിമാർ ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ക്രിസ്മസിന് ഇങ്ങനെ പോരെ, നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാമെന്ന്. അപ്പോൾ നമ്മളുടെ സമ്മാനദാനമൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനദാനമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സംരക്ഷണം ചെയ്യാനായിട്ടുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ജഡ്ജായിരുന്നു. ഈ പ്രോഗ്രാം ഒക്കെ ജഡ്ജ് ചെയ്തത് അദ്ദേഹമാണ്, മറ്റാരുമല്ല, യൂണിയൻ ബാങ്കിന്റെ മാനേജർ ആയിട്ടുള്ള ജയകൃഷ്ണൻ സാറാണ്. സാറിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു അനുഭവം എന്ന്. അപ്പോൾ അർജയച്ചു നമുക്ക് ചോദിച്ചാലോ സാറിനോട്? തീർച്ചയായിട്ടും സാറും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. സാർ വളരെ ആത്മാർത്ഥമായിട്ടും ആവേശത്തിലായിരുന്നു മാർക്ക് ഇടാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിവേ നമുക്കും കേൾക്കാം സാർ എന്താണ് പറയാൻ പോകുന്നതെന്ന്. നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഈ വർഷം പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു ഓണ പരിപാടിയായിരുന്നു. മികച്ച രീതിയിൽ തന്നെ ആയിരുന്നു ആശ്രയ FM കണ്ടക്ട് ചെയ്തത്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എങ്ങനെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആകുമെന്നും എങ്ങനെ വിധികർത്താവുമെന്നും അവസാനം സമ്മാനം കൊടുപ്പിക്കുമെന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഒരു ചീഫ് ഗസ്റ്റ് ആണെന്ന് തന്നെ അറിഞ്ഞത്. എന്നാലും സന്തോഷം. മൊത്തത്തിൽ ഹാപ്പി. അതെ അതെ അതെ. ഇന്നത്തെ പ്രോഗ്രാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതായിരുന്നു? ഓണം പരിപാടിയല്ലേ, അപ്പം തീർച്ചയായും മലയാളി മങ്ക നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അല്ല, അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ നല്ലൊരു ക്രൈറ്റീരിയ തന്നെയായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് എടുത്തതും. അപ്പൊ മലയാളി മങ്കയാണ് അതിന്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം. അപ്പൊ എന്തായാലും ഇനി കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് ഇതിന്റെ ഇടയ്ക്ക് വേറൊരു അന്തർധാര, പ്രത്യക്ഷത്തിൽ അവർ രണ്ടുപേരും എതിർചേരികളിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെയധികം ശ്രേഷ്ഠമായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ RJ അച്ചുവിന്റെ ഹസ്ബൻഡ് ആണ് നമ്മളുടെ യൂണിയൻ ബാങ്കിന്റെ മാനേജർ ആയിട്ടുള്ള ജയകൃഷ്ണൻ. അച്ചു, എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചൊരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു അനുഭവമൊക്കെ? ശരിക്കും ആദ്യമായിട്ടായിരുന്നു. കാരണം തീരെ പ്രതീക്ഷിക്കാതെ തന്നെയായിരുന്നു ഇവിടെ ഇത്രയും അടിപൊളിയായിട്ട് വന്നത്. ആൻഡ് പുള്ളിക്കാരനാണെങ്കിൽ ജഡ്ജ് ചെയ്തപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ദൈവമേ ഇതിന്റെ പേരിൽ ഒരു കോലാഹലം ഉണ്ടാകേണ്ടി വരുമോ എന്ന്. പക്ഷേ ഭാഗ്യം അതൊന്നും നടന്നില്ല. വളരെ സന്തോഷമുണ്ട്. യെസ്, വളരെയധികം സന്തോഷമുണ്ട്. നമുക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ഒരു തിരുവോണ ദിവസത്തിൽ നമ്മളുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ കൂടെ ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമ്മളുടെ എൻറ്റയർ ആശ്രയ ടീം എനിക്കിപ്പോ ചുറ്റുമുണ്ട്. ദിസ് ഈസ് ദ എൻറ്റയർ ആശ്രയ FM 90 ടീം സൈനിങ് ഓഫ്. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.